സോ HGP അഥവാ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്, അതിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് കംപ്ലീറ്റ് DNA സീക്വൻസ്, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ കംപ്ലീറ്റ് DNA സീക്വൻസ്, ഹ്യൂമൻ ജീനോമിൻ്റെ കംപ്ലീറ്റ് DNA സീക്വൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അഥവാ HGPയുടെ എയിം. അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ഫാക്ടേഴ്സ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്കുകളും പിന്നെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് സിമ്പിൾ ഫോമുള്ള കുറേ ടെക്നിക്കുകളാണ്. അതുപോലെ ബയോ ഇൻഫർമാറ്റിക്സും അതിനെ സഹായിച്ചിട്ടുണ്ട്. സോ ജനറ്റിക് എഞ്ചിനീയറിംഗ് ടെക്നിക്കിലൂടെ ഏത് സെഗ്മെൻറ്റ് ഓഫ് DNA ഐസൊലേറ്റ് ചെയ്യാനും ക്ലോൺ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഈ ടെക്നിക്കുകളിലൂടെ കംപ്ലീറ്റ് DNA, ഹ്യൂമൻ ജീനോമിൻ്റെ കംപ്ലീറ്റ് DNA ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. സോ HGP ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന് കുറച്ച് മെയിനായിട്ടുള്ള ഗോളുകളുണ്ട്. ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് HGP അവർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെയായിരുന്നു അവരുടെ ഗോൾ. സോ ഗോൾസ് ഓഫ് HGP എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ഓൾ ദ ജീൻസ്, ഏകദേശം അപ്രോക്സിമേറ്റ്ലി 20,000 to 25,000 ജീൻസ് ഹ്യൂമൻ DNAയിലുള്ള 20 to 25,000 ആയിട്ടുള്ള അങ്ങനെയുള്ള ആ കാറ്റഗറിയിൽ അത്രയും ജീനുകളെ, സോ മിനിമം 20 to 25,000 ജീനുകളെങ്കിലും എന്ത് ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്രോക്സിമേറ്റ്ലി അത്രയെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യുക, അതായിരുന്നു ഒരു ഗോൾ. രണ്ടാമത്തെ ഗോള് ഡിറ്റർമിൻ ദ സീക്വൻസസ് ഓഫ് കെമിക്കൽ ബേസ് പെയർ. കെമിക്കൽ ബേസ് പെയർ നമ്മുടെ ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ നൈട്രോജിനസ് ബേസ് പെയറിൻ്റെ സീക്വൻസസ് ഡിറ്റർമിൻ ചെയ്യുക. അതും ഏകദേശം നമ്മൾ പറയുന്ന ഹാപ്ലോയിഡ് 3 ബില്യൺ. സോ 3 ബില്യൺ ന്യൂക്ലിയോടൈഡ് ബേസ് പെയറിനെ ഡിറ്റർമിൻ ചെയ്യുക. ഹ്യൂമൻ DNA 3 ബില്യൺ ന്യൂക്ലിയോടൈഡ് ബേസ് പെയറുകളെ ഡിറ്റർമിൻ ചെയ്യുക. മൂന്നാമത് ഈ ഐഡൻറ്റിഫൈ ചെയ്ത ജീനുകളും അതിൻ്റെ സീക്വൻസുകളും 3 ബില്യൺ ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ ഈ ബേസ് പെയറുകളുടെ ഐഡൻറ്റിഫൈ ചെയ്ത കൂടി സ്റ്റോർ ദിസ് ഇൻഫർമേഷൻ ഇൻ ഡാറ്റാ ബേസസ്. ഐഡൻറ്റിഫൈ ചെയ്ത ആ സീക്വൻസുകളെ ഡാറ്റാ ബേസുകളായി സ്റ്റോർ ചെയ്യുക, അതായിരുന്നു മൂന്നാമത്തെ ഗോള്. നാലാമത്തെ ഗോള് ഇംപ്രൂവ് ടൂൾസ് ഫോർ ഡാറ്റ അനാലിസിസ്. ഇങ്ങനെ സ്റ്റോർ ചെയ്ത ആ സീക്വൻസുകൾ ഡാറ്റയായിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്, ഡാറ്റ സ്റ്റോറേജിൽ ചെയ്തിട്ടുണ്ട്. സോ ആ ഡാറ്റാ ബേസുകളെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുക, അതിലുള്ള ടൂൾസ് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക. സോ ഇമ്പ്രൂവ് ടൂൾസ് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഡാറ്റ അനാലിസിസ് ചെയ്യണം. ഇതൊക്കെയായിരുന്നു നാലാമത്തെ ഗോൾ. അടുത്ത ഗോൾ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്ത് കിട്ടിയ ആ സ്റ്റോർ ചെയ്ത ഡാറ്റാ ബേസുകളിൽ ഡാറ്റ അനാലിസിസ് വെച്ചിട്ട് ഇമ്പ്രൂവ് ടൂൾസ് വെച്ചിട്ട് അതിനെ അനാലിസിസ് ചെയ്യുക, എങ്ങനത്തെ ഡാറ്റയാണ് കിട്ടി അതിനെ കമ്പയർ ചെയ്യുക. അതിനുശേഷം ട്രാൻസ്ഫർ റിലേറ്റഡ് ടെക്നോളജീസ്, ഇപ്പോൾ കിട്ടിയ ആ ഡാറ്റാസും അനാലിസിസും ഒക്കെ എന്ന റിലേറ്റഡ് ടെക്നോളജീസൊക്കെ ടു അതർ സെക്ടേഴ്സ്, മറ്റ് സെക്ടറുകളിലേക്ക് ഈ കിട്ടിയ ഡാറ്റ അനാലിസിസ്, സ്റ്റോർഡ് ഇൻഫർമേഷൻ ആയുള്ള ഡാറ്റ അനാലിസിസ് അതർ സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ലൈക്ക് ഇൻഡസ്ട്രീസ് പോലുള്ള സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അടുത്തത് അഡ്രസ് എത്തിക്കൽ സോഷ്യൽ ലീഗൽ ഇഷ്യൂസ്. എത്തിക്കൽ ലീഗൽ ആൻഡ് സോഷ്യൽ, ELSI, എത്തിക്കൽ ലീഗൽ സോഷ്യൽ ഇഷ്യൂ. ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ നിന്ന് വരുന്ന എത്തിക്കൽ ഇഷ്യൂസ്, ലീഗൽ ഇഷ്യൂസ്, അതുപോലെ സോഷ്യൽ ഇഷ്യൂസൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇതൊക്കെയാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അഥവാ HGPയുടെ ഗോൾസായിട്ട് സെറ്റ് ചെയ്തത്. സോ HGPനെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു മെഗാ പ്രോജക്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ബിക്കോസ് അതൊരു 13 വർഷമാണ് ആ പ്രോജക്റ്റിനെടുത്തത്. 13 ഇയർ പ്രോജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഇതിനെ സഹായിക്കാനായിട്ട് വന്നത്, അതിൽ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വന്നത് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത്. സോ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തുമാണ് ഈ 13 വർഷത്തെ HGP ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ കോർഡിനേറ്റ് ചെയ്തത്. ആദ്യകാലങ്ങളിൽ ഒക്കെ വെൽക്കം ട്രസ്റ്റ്, UK വെൽക്കം ട്രസ്റ്റ് ഒരു മേജർ പാർട്ട്ണറായിരുന്നു. HGPയുടെ മേജർ പാർട്ട്ണറായിരുന്നു വെൽക്കം ട്രസ്റ്റ് ഓഫ് UK. അതിനുശേഷം പിന്നീട് ജപ്പാൻ, ഫ്രാൻസ്, ജർമ്മനി, ചൈന, അതുപോലെ മറ്റ് കൺട്രീസിൽ നിന്നൊക്കെ ഇതിനു വേണ്ടി ഒരുപാട് സപ്പോർട്ട് കിട്ടി. സോ ആദ്യം മേജർ പാർട്ട്ണർ എന്തായിരുന്നു, വെൽക്കം ട്രസ്റ്റ് ഓഫ് UK ആയിരുന്നു. പിന്നീടാണ് ഈ പറഞ്ഞ ജപ്പാൻ, ഫ്രാൻസ്, ജർമ്മനി, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇതിന് ഫണ്ട് കിട്ടി തുടങ്ങിയത്. അങ്ങനെ ഈ 13 വർഷത്തെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത് 2003 2003 HGP കംപ്ലീറ്റ് ചെയ്തത്.